നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 20 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 20 തുടങ്ങിയുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അന്ന് സബദിപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി എന്തു വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ ഉത്തരം പറഞ്ഞു. 26 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ പ്രഭാതത്തിൽ ഈ ആലയത്തിൽ ഞങ്ങളെ കൂട്ടിവരുത്തിയതിനാൽ നന്ദിയോടെ സ്തോത്രം കരേറ്റുന്നു. പ്രിയപ്പെട്ട അഭിഷേക് ശമ്മാശനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം കരേറ്റുന്നു. കർത്താവേ, സഭയുടെ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് നിന്റെ ദാസൻ പ്രവേശിക്കുന്ന ഈ സമയം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ തിരുമേനിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വന്യ വൈദികർക്കായി സ്തോത്രം, ശമ്മാശന്മാർക്കായി സ്തോത്രം, ദൈവജനത്തിനായി ദേവാലയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ വചനത്തിന് മുൻപാകെ അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനാകുന്ന അടിയനോട് നിന്റെ കരുണ കൂടെ ഇരിക്കണമേ. വചനം ഞങ്ങൾ ധ്യാനിച്ച് ദൈവസന്നിധി സമർപ്പിതരാകുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. 2024 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ച നോവലാണ് GR ഇന്ദുഗോപൻ്റെ ആനോ എന്ന നോവൽ. നമ്മുടെ ദേശത്ത് 16-ാം നൂറ്റാണ്ടിൽ, അതായത് 500 സംവത്സരങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിൻ്റെ ചുവട് പിടിച്ച് ആ സംഭവത്തെ പ്രധാന പ്രമേയമാക്കി എഴുതപ്പെട്ട നോവലാണ് ആനോ എന്ന നോവൽ. ആ കാലയളവ് എന്ന് പറയുന്നത് വാസ്കോ ഡി ഗാമ നമ്മുടെ ദേശത്ത് വന്നതായ കാലഘട്ടം. പോർച്ചുഗീസിലെ രാജാവിൻ്റെ പേര് മാനുവേൽ ഒന്നാമൻ. വത്തിക്കാനിൽ പോപ്പിൻ്റെ പേര് ലിയോ 10-ാമൻ. പോർച്ചുഗീസ് രാജാവിനൊരാഗ്രഹം, മൃഗസ്നേഹിയായി ലിയോ 10-ാമന് ഒരു കുട്ടിയാനയെ സമ്മാനിക്കണം. പോർച്ചുഗീസിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനുള്ളതായ ക്രമീകരണം അദ്ദേഹം ചെയ്തു. കൊച്ചിം എന്നു പേരുള്ളതായ ഒരു പായ്ക്കപ്പലിൽ ഒരു കുട്ടിയാനയെ കയറ്റി നമ്മുടെ നാട്ടിൽ നിന്ന് വത്തിക്കാനിലെ ലിയോ 10-ാമൻ മാർപ്പാപ്പയ്ക്ക് സമ്മാനമായി കൊടുത്തയച്ചു. നീണ്ട മാസങ്ങൾ എടുത്തതായ ഒരു യാത്ര. ഈ കപ്പൽ കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പായ്ക്കപ്പലിൻ്റെ ക്യാപ്റ്റന് മനസ്സിലൊരാശയം ഉദിച്ചു. ലോകപ്രശസ്തനായ പോപ്പിനെ എല്ലാവരും ആദരിക്കുന്നതാണ്. ആര് കണ്ടാലും പോപ്പിൻ്റെ മുൻപാകെ വണങ്ങുകയാണ്. അദ്ദേഹത്തിനൊരു സംശയം, ഈ കുട്ടിയാന പോപ്പിനെ വണങ്ങുമോ ഇല്ലയോ എന്ന് ഒരു സംശയം. അങ്ങനെയെങ്കിൽ ഈ ആനക്കുട്ടിക്ക് ഒരു പരിശീലനം നൽകണം. ഈ ക്യാപ്റ്റൻ ഒരു കാര്യം ചെയ്തു. എഴുത്തുകാരൻ പറയുന്നത്, ഈ പായ്ക്കപ്പലിൽ ഒരു പയ്യനുണ്ട്, അവന് പേരിട്ടിരിക്കുന്നത് മത്തങ്ങ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അവന് ചുവന്നു തൊടുത്തതായ കവിളുകളുണ്ട്, നല്ല വണ്ണമുള്ള ശരീരമാണ്. ക്യാപ്റ്റൻ നിർദ്ദേശം നൽകി, ഇവനെ ചുവന്ന തൊപ്പി ധരിപ്പിക്കണം. ഇവന് അറ്റത്ത് വെളുത്ത കിന്നരിയുള്ള ചുവന്ന വസ്ത്രം ധരിപ്പിക്കണം. നീളം കൈയുള്ളതായ മേൽക്കുപ്പായം ധരിപ്പിക്കണം. അതിൻ്റെ പുറത്ത് തടിച്ച മരക്കുരിശുള്ളതായ മാല ധരിപ്പിക്കണം. അതിനുശേഷം അംശവടി കയ്യിൽ കൊടുത്ത് മത്തങ്ങ എന്ന് പേരിട്ടിരിക്കുന്ന, എഴുത്തുകാരൻ പേരിട്ടിരിക്കുന്ന ഈ ബാലനെ ഒരു കസേരയിൽ ഇരുത്തിയതിനു ശേഷം ക്യാപ്റ്റൻ പാപ്പാനോട് പറഞ്ഞു, ഇത് പോപ്പാണെന്ന് നിരൂപിക്കുക. ഈ പോപ്പിനെ വണങ്ങുവാൻ തക്കവണ്ണം ഈ ആനയ്ക്ക് പരിശീലനം നൽകണം. ഈ പാപ്പാൻ്റെ മറുപടി ഇപ്രകാരമാണ്, അതുമാത്രം വേണ്ട.
ആന വണങ്ങുന്നത് വേഷവിധാനത്തെയല്ല, ആന പരിചയപ്പെടുന്നത് വേഷവിധാനത്തെയല്ല, വേഷത്തിനുള്ളിലെ മനുഷ്യരോടാണ് ആനയ്ക്ക് പ്രിയം. ആന ആദരിക്കുന്നതും ആന വണങ്ങുന്നതും വേഷത്തിനുള്ളിലെ മനുഷ്യരെ ആണ്. ഇന്ന് സഹോദരന്മാരുടെ ഗണത്തിൽ നിന്ന് ഷമ്മാശ സ്ഥാനത്തേക്ക് പ്രവേശിക്കപ്പെട്ട അഭിഷേക് ഷമ്മാശൻ വേറൊരു സ്ഥാനത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന് വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള കൂദാശകൾ അനുഷ്ഠിക്കുന്നതായ കാപ്പ നൽകുന്നതായ ഒരു സുദിനമാണ്. സ്ഥാനത്തിന് മാറ്റമുണ്ടാകുന്നു, വേഷവിധാനങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. സ്ഥാനത്തിന് മാന്യത എങ്ങനെയാണ് ലഭിക്കുന്നത്? വേഷത്തിന് എങ്ങനെയാണ് മാന്യതയുണ്ടാകുന്നത്? സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരേപോലെ സമ്മേളിക്കുമ്പോഴാണ്. വേഷത്തിനുള്ളിലെ വ്യക്തിയിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരേപോലെ സമ്മേളിക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് ആദരവുണ്ടാകുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടെ ഈ വേദഭാഗത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഈ വേദഭാഗത്ത് നിന്ന് 2 ധ്യാനങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ പങ്കുവയ്ക്കുന്നത്. ഒന്ന്, ഓർഡൈൻ മിനിസ്ട്രി ഡ്രിവൺ ബൈ കൺവിക്ഷൻ, നോട്ട് ബൈ ഇമ്പൾസ്. ഓർഡൈൻ മിനിസ്ട്രി ഡ്രിവൺ ബൈ കൺവിക്ഷൻ, നോട്ട് ബൈ ഇമ്പൾസ്. പട്ടത്ത ശുശ്രൂഷ കേവല വികാരത്തിലല്ല, ആത്മീക ബോധ്യത്തിൽ നയിക്കപ്പെടേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യെരൂശലേമിലേക്കുള്ളതായ യാത്ര, ഈ യാത്രയുടെ മധ്യത്തിൽ കർത്താവിനോട് കൂടെയുള്ള സബതി മക്കൾ എന്നറിയപ്പെടുന്ന യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ ശലോമി എന്ന് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നു. ശലോമിയെക്കുറിച്ച് പാരമ്പര്യം പറയുന്നത് യേശുവിൻ്റെ അമ്മ മറിയയുടെ സഹോദരിയാണ് എന്ന് ഒരു വാദമുണ്ട്. പരസ്യമായി പോലും ആവശ്യങ്ങൾ യേശുവിനോട് പറയുവാനായിട്ടുള്ള സ്വാതന്ത്ര്യവും അധികാരവുമുണ്ട്. ഇവിടെ ഈ അമ്മ ചോദിക്കുന്നത്, നീ രാജാവാകുമ്പോൾ ഇടത്ത് ഒരു മകനെ ഇരുത്തണം, വലത്ത് വേറൊരു മകനെ ഇരുത്തണം. അന്ന് യഹൂദിയ ദേശം ഭരിക്കുന്നത് റോമ സാമ്രാജ്യമാണ്. റോമ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങളെ അടക്കി ഭരിക്കുന്ന ഭരണാധികാരികളാണ്. ദേശത്തെ ഇല്ലായ്മ ചെയ്ത റോമൻ സാമ്രാജ്യത്വത്തിൽ നിന്ന് തങ്ങളെ വിമോചിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സയ എക്സ്പെക്ടേഷൻ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ദാവീദിന്റെ സിംഹാസനം വീണ്ടെടുത്ത് യേശു കർത്താവ് യെരൂശലേമിൽ രാജാവാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സബതി മക്കളുടെ അമ്മ യേശുവിനോട് പറയുന്നത്, എൻ്റെ ആഗ്രഹം നീ രാജാവാകുമ്പോൾ ഇടത്തൊരാളെ ഇരുത്തണം, വലത്ത് മറ്റേവനെ ഇരുത്തണം. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ അമ്മ ഈ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ 2 പേരോട് ബാക്കി 12 പേർക്കും നീരസമുണ്ടായി എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നീരസമുണ്ടായതിൻ്റെ കാരണം 12 പേർക്കും ഈ ആഗ്രഹമുണ്ട്, ഇടത്തൊരാൾക്കിരിക്കണം, വലത്തൊരാൾക്കിരിക്കണം. 10 പേർക്ക് റെക്കമെൻഡ് ചെയ്യുവാൻ ആളില്ല, 2 പേർക്ക് റെക്കമെൻഡ് ചെയ്യുവാൻ ആളുണ്ടായി എന്ന് മാത്രം. നമ്മൾ 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു കർത്താവ് സ്ഥാനമാനങ്ങളെക്കുറിച്ച് ചോദിക്കുന്നവരോട് ക്രൂശിലേക്കാണ് കൈ ചൂണ്ടുന്നത്. ഇപ്പോൾ പരാമർശിക്കുന്നത് കഷ്ടതയുടെ പാനപാത്രത്തെക്കുറിച്ചാണ്. ചോദ്യം മുഴുവനും കേൾക്കാതെ, അതിൻ്റെ ഗൗരവം ചിന്തിക്കാതെ ഈ ശിഷ്യന്മാർ 12 പേരും മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് അതിന് കഴിയും എന്നാണ് മറുപടി. എൻ്റെ പ്രിയമുള്ളവരെ, പട്ടത്ത ശുശ്രൂഷ എന്ന് പറയുന്നത് പട്ടത്ത ശുശ്രൂഷയുടെ മേഖലയിൽ സംഭവിക്കാവുന്ന വലിയ ഒരു അപകടം ഈ വേദഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശുശ്രൂഷാ സ്ഥാനത്തിൻ്റെ വലിപ്പവും ജനങ്ങൾ നൽകുന്ന ബഹുമാനവും ആദരവും കണ്ട്, പട്ടത്ത ശുശ്രൂഷയുടെ തിളക്കവും കണ്ട് യെസ് പറഞ്ഞതായ അനേകം പേരുണ്ടാകാം. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇൻസ്റ്റെഡ് ഓഫ് ഇമോഷണൽ കമ്മിറ്റ്മെന്റ് വി നീഡ് എ കൺവിക്ഷണൽ കമ്മിറ്റ്മെന്റ്. ഒരു വികാരത്തിൻ്റെ പേരിൽ എടുത്തു ചാടിയതിനേക്കാൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരാൻ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനായി തീരുവാൻ ഇമോഷണൽ കൺവിക്ഷൻ അല്ല വേണ്ടത്, ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റ് അല്ല വേണ്ടത്, ഒരു കൺവിക്ഷണൽ കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടത് എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ദാസനാകുവാൻ ആവേശം മാത്രം പോരാ, ആഴമേറിയ ബോധ്യം ആവശ്യമാണ്.
കഷ്ടതയുടെ പാനപാത്രത്തിൻ്റെ ഗൗരവം അറിയാതെയാണ് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിന് കഴിയും എന്നാണ് അവരുടെ മറുപടി. എന്നാൽ ചരിത്രം പഠിക്കുമ്പോൾ AD 44 സെബദി മക്കളിൽ ഒരുവനായി യാക്കോബിനെ ഹേരോദാവ് വെട്ടിക്കൊന്നുവെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. യോഹന്നാൻ അപ്പോസ്തലൻ സെബദി മക്കളിൽ ഒരുവനായ യോഹന്നാനെ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോൾ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു എന്ന് നമ്മൾ പഠിക്കുന്നു. പത്മോസ് ദ്വീപിൽ വെച്ച് ഒരു വേള തിളച്ച എണ്ണയിൽ മുക്കപ്പെട്ടയാളാണ് യോഹന്നാൻ. യോഹന്നാന്റെ മരണം സ്വാഭാവിക മരണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, കഷ്ടതയുടെ സഹനത്തിൻ്റെ പാനപാത്രം ഏറ്റുവാങ്ങിയ സെബദി മക്കളും ഈ ബാക്കി 10 ശിഷ്യന്മാരും അന്ന് കർത്താവിനോട് ഞങ്ങൾക്ക് ഇത് കഴിയുമെന്ന് പറഞ്ഞത് ഈ ഒരു കഷ്ടത കണ്ടിട്ടോ ഈ ഒരു പരിഹാസമോ ഈ ഒരു പ്രതിസന്ധി ഒന്നും അവർ മനസ്സിലാക്കിയിട്ടല്ല. ഒരു വികാരത്തിൻ്റെ പേരിൽ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇതിന് കഴിയും എന്ന് പറയുകയാണ്. ഇന്ന് പ്രിയപ്പെട്ട അഭിഷേക് ഷമ്മാശനെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഇത് വികാരപരമായ ഒരു തീരുമാനമല്ലല്ലോ. ഈ തിളക്കമാർന്ന ശുശ്രൂഷയുടെ പിറകിൽ ധാരാളം വെല്ലുവിളികൾ ഒളിച്ചിരിപ്പുണ്ട്. ഒറ്റപ്പെട്ടു പോകാവുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം. ആരും നമ്മെ മനസ്സിലാക്കുവാനില്ലാത്തതായ ചില നിമിഷങ്ങൾ ശുശ്രൂഷയിൽ കടന്നു വരാം. ഒരിക്കൽ പോലും ഒരാൾ പോലും കൂടെ നിൽക്കുവാനില്ലാത്തതായ നിലപാടുകൾ എടുക്കുന്ന പട്ടക്കാരോട് ആരും ചേർന്ന് നിൽക്കുവാനില്ലാത്തതായ ചില സാഹചര്യങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകാം. എന്നാൽ ഓർത്തുകൊള്ളുക, വിളിച്ച ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. ഉപദേശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, മരണപര്യന്തം വിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞതുപോലെ മരണപര്യന്തം വിശ്വസ്തരായിരുന്നവരെ താങ്ങും തണലുമായി നിൽക്കുന്ന ദൈവം തമ്പുരാന്റെ കരങ്ങളിൽ ഈ ഷമ്മാശനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു പട്ടക്കാരനുണ്ടായിരുന്നു. ഈ ഭദ്രാസനത്തിലെ പുത്തൻകാവിൽ ജനിച്ചതായ മണ്ഡപത്തിലച്ഛനെ കുറിച്ച് സഭയുടെ ചരിത്രം പറയുന്നത്, സഭയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷത്തിൽ അച്ഛൻ സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചതായ ഒരു ദിവസമുണ്ട്. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അരികിൽ നിന്ന എബ്രഹാം മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനി തൊട്ടടുത്ത് നിന്നതായ PO സാമുവേൽ സാറിനോട് പറഞ്ഞു, സാറേ, ശിലകൾ അലിഞ്ഞുവെന്ന് മാത്രമല്ല, ഇതാ സ്വർഗത്തിൻ്റെ വാതിലുകളും തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. ചില ശിലകൾ അലിഞ്ഞുവെന്ന് മാത്രമല്ല, സ്വർഗത്തിൻ്റെ വാതിലുകളും തുറന്നിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയല്ലാതെ നമുക്ക് യാതൊന്നും ശരണമില്ല. ദൈവത്തിലുള്ള ആശ്രയത്തിൽ ശുശ്രൂഷ മുൻപോട്ട് നയിക്കപ്പെടുവാൻ പ്രിയപ്പെട്ട ഷമ്മാശനെ ദൈവം ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ധ്യാനം പട്ടത്ത ശുശ്രൂഷ ലോക വ്യവസ്ഥിതിക്ക് ബദലായ ശുശ്രൂഷയാണ്. ഓർഡൈൻ മിനിസ്ട്രി ഇൻ കോൺട്രാസ്റ്റ് ടു ദ വേസ് ഓഫ് ദ വേൾഡ് ഓർ കൗണ്ടർ കൾച്ചർ സർവീസ് ടു ദ വേൾഡ് സിസ്റ്റം. 26-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്, നിങ്ങളാരും അങ്ങനെയാകരുത് എന്നാണ് പറയുന്നത്. 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭൂമിയിൽ കർത്തൃത്വം നടത്തുന്ന രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ സ്വഭാവം ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുക എന്നുള്ളതാണ്. 25-ാമത്തെ വാക്യത്തിൽ കർത്തൃത്വം എന്ന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം കാറ്റാക്കീരിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെ അടിച്ചമർത്തി ഭരിക്കുക, സ്വന്തം അധികാരം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നാണ്. കർത്താവ് ഇവിടെ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. ഇനിയും അങ്ങനെയാകരുതെങ്കിൽ എങ്ങനെ ആകണമെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പുതിയൊരു ക്രമം അവരുടെ മുൻപാകെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ദൈവരാജ്യത്തിൻ്റെ ക്രമമാണ്. ദൈവരാജ്യത്തിലെ ശുശ്രൂഷകർക്ക് ദൈവം തമ്പുരാൻ അടുത്ത വാക്യത്തിൽ 2 പദങ്ങളിൽ അറിയപ്പെടുവാനാണ് താല്പര്യപ്പെടുന്നത്. ഒന്ന്, ഡയക്കനോസ്, നിങ്ങൾ ദാസന്മാരായി, നിങ്ങൾ ശുശ്രൂഷകന്മാരായി തീരണം. ഡയക്കനോസ് എന്നുള്ള പദത്തിൽ നിന്നാണ് ഡീക്കൻ ഷമ്മാശൻ എന്നുള്ള പദം ഉണ്ടായത്. 2, ഇവിടെ ഉപയോഗിക്കുന്ന പദം ഡൂലോസ് എന്നാണ്, നിങ്ങൾ ദാസരാകണം എന്നാണ് പറയുന്നത്. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ വിപരീത യുക്തി എന്ന് പറയുന്നത്. ആദിമസഭയിൽ ഈ ശിഷ്യന്മാർ തങ്ങളെ തന്നെ രേഖപ്പെടുത്തുന്നത്, ആദിമസഭയിൽ ശിഷ്യന്മാർ തങ്ങളെ തന്നെ അറിയപ്പെടുവാനായി ഉപയോഗിക്കുന്ന പദം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാർ, ക്രിസ്തുവിൻ്റെ ദാസന്മാർ എന്നൊക്കെയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സ്ഥാനത്തെ അധികാരത്തിൻ്റെ സ്ഥാനമായി കാണാതെ ശുശ്രൂഷയുടെയും ദാസ്യത്തിൻ്റെയും ശുശ്രൂഷയായി കാണുവാനായിട്ട് നമ്മുടെ ഷമ്മാശന് ദൈവം സാധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോട്ട് ടൈറ്റിൽസ് ഓർ അക്കംപ്ലിഷ്മെന്റ്സ്,
rather humbly serving God and his people. ലോകത്തിന്റെ വ്യവസ്ഥിതിയിൽ ജനങ്ങളുടെ ജീവൻ എടുക്കുന്നതിൽ കൂടെ അധികാരമുറപ്പിക്കുന്ന നേതാക്കന്മാരുള്ളപ്പോൾ, റോമ സാമ്രാജ്യത്തിൽ അങ്ങനെയുള്ള ഭരണാധികാരികളുള്ളപ്പോൾ, യേശു കർത്താവ് പറയുന്നു, ദൈവരാജ്യത്തിന്റെ ക്രമത്തിൽ സാധാരണ ജനത്തെ സ്നേഹിക്കുകയും സാധാരണക്കാരനെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് ജീവൻ നൽകി വീണ്ടെടുക്കുകയും ചെയ്യുന്നതായ മഹത്തായ ശുശ്രൂഷയുടെ ക്രമത്തെക്കുറിച്ചാണ് ദൈവരാജ്യത്തിന്റെ ക്രമമെന്ന് യേശു കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാം ലോകമഹായുദ്ധകാലം പോളണ്ടിലെ നാസി തടവറയിൽ ആയിരക്കണക്കിന് തടവുകാരെ പാർപ്പിച്ചിരിക്കുകയാണ്. തടവുകാരുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു നിയമമെന്ന് പറയുന്നത്, തടവുകാരിൽ ഒരാൾ തടവ് ചാടിയാൽ 10 പേരെ പട്ടിണിക്കിട്ട് കൊല്ലും. അങ്ങനെ ഇരിക്കെ 1941 ജൂലൈ മാസം ഒരു തടവുകാരൻ തടവ് ചാടിപ്പോയി. നാസി കമാൻഡർ പ്രത്യക്ഷപ്പെട്ടു, തടവുകാരെ നിരത്തി നിർത്തി. അദ്ദേഹത്തിന്റെ വിരലുകൾ 10 പേരിലേക്ക് പോയി, 10 പേരെ തെരഞ്ഞെടുത്തു. ഇനിയും സ്റ്റാർവേഷൻ ബങ്കർ എന്നറിയപ്പെടുന്ന ഭൂഗർഭ അറയിലേക്ക് മാറ്റുകയാണ്. പട്ടിണിക്കിട്ട് കൊല്ലുവാനായിട്ട് പോവുകയാണ്. അവിടെ സാധാരണ നടക്കുന്നത് ആളുകൾ അലറി വിളിക്കുന്നതായ സാഹചര്യം, പട്ടിണി കൊണ്ട് പരസ്പരം കടിച്ചു കീറി കൊല്ലുന്നതായ ഒരു സാഹചര്യം. ഈ സ്റ്റാർവേഷൻ ബങ്കറിലേക്ക് ആളുകളെ അയക്കുന്നതിന് മുൻപ് 9ാമതായി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ അലറി നിലവിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അലർച്ച ഈ ജയില് മുഴുവനും കേൾക്കാം. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഇനി ആര് നോക്കും? വൃദ്ധരായ മാതാപിതാക്കളെ ആര് കരുതും? എൻ്റെ ഭവനം അനാഥമായി പോകുമല്ലോ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഉറക്കെ നിലവിളിക്കുമ്പോൾ എല്ലാവരും നിശബ്ദമായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യണമെന്ന് തടവുകാർക്ക് ആഗ്രഹമുണ്ട്. ആരും ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ ഈ തടവുകാരിൽ നിന്നും ഒരു മനുഷ്യൻ മുൻപോട്ട് വന്നു. നാസി കമാൻഡറിന്റെ മുൻപാകെ അദ്ദേഹം നിന്നു. കമാൻഡർ ചോദിച്ചു, നിനക്ക് എന്തു വേണം? അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യൻ അലറിക്കറിഞ്ഞ മനുഷ്യന് പകരം എന്നെ സ്റ്റാർവേഷൻ ബങ്കറിലേക്ക് പറഞ്ഞയക്കണം. അദ്ദേഹത്തിന് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹത്തെ വെറുതെ വിടണം എന്ന് പറഞ്ഞു. നാസി കമാൻഡർ ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പേര് മാക്സിമിലിയൻ കോൾബെ എന്നാണ്. നീ ആരാണ്? ഞാനൊരു വൈദികനാണ്. എനിക്ക് പകരം ആ മനുഷ്യനെ വെറുതെ വിടണം. എന്നെ സ്റ്റാർവേഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞയക്കണം. പ്രിയമുള്ളവരെ, ഈ സ്റ്റാർവേഷൻ ബങ്കർ എന്ന് പറഞ്ഞത് നരകതുല്യമായ അനുഭവമാണ്. ഞാൻ വായിച്ചിട്ടുള്ളത്, ആദ്യമായി ഈ സ്റ്റാർവേഷൻ ബങ്കർ ഒരു ദൈവാലയമായി മാറി. നരകതുല്യമായി അലറി വിളിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ബാക്കി 9 പേരെയും മരണത്തിനായി പ്രാർത്ഥിച്ചൊരുക്കുന്ന ഫാദർ മാക്സിമിലിയൻ കോൾബെ, പ്രിയമുള്ളവരെ, പ്രത്യാശയുടെ പാട്ടുകൾ അദ്ദേഹം പാടി സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. 9 പേരും 2 ആഴ്ച കൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോഴും ഈ ഫാദർ കോൾബെ മാത്രം മരിക്കാതെ ഇരിക്കുമ്പോൾ നാസി പട്ടാളം അദ്ദേഹത്തെ വിഷം കുത്തിവെച്ച് കൊന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. തൻ്റെ ശരീരത്തിലേക്ക് വിഷം ഇഞ്ചിഞ്ചായി കയറുമ്പോൾ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രത്യാശയുടെ പാട്ടുപാടി ആ പടയാളികൾക്ക് പോലും രൂപാന്തരമുണ്ടാകത്തക്ക വിധത്തിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കപ്പെട്ട, സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട വിശുദ്ധനായ മനുഷ്യനാണ് ഫാദർ കോൾബെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ലോകത്തിൻ്റെ വ്യവസ്ഥിതികൾക്ക് ബദലായ ശുശ്രൂഷയാണ് പട്ടത്ത ശുശ്രൂഷ. നമ്മുടെ അഭിഷേക് ഷമ്മാശനെ കുറിച്ച്, നാം ഓരോരുത്തരെയും കുറിച്ച്, ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വൈദികരെ കുറിച്ച് നമ്മുടെ ആഗ്രഹമെന്ന് പറയുന്നത് നരകത്തെ ദേവാലയമാക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമത്തിൽ കണ്ടു, ദേവാലയത്തെ നരകമാക്കിയത് ഇന്നലെയും നമ്മൾ വാർത്തയിൽ കണ്ടതാണ്. നരകത്തെ ദേവാലയമാക്കുന്ന, പ്രതിസന്ധിയുടെ മധ്യത്തിൽ സ്വർഗത്തിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്ന മണ്ഡപത്തിലച്ഛനെ പോലെ, പ്രത്യാശയുടെ പാട്ടുപാടി ജനത്തെ ദൈവത്തിങ്കിലേക്ക് നയിച്ച, മരണത്തിലേക്ക് നയിച്ചതായ ഫാദർ കോൾബയെ പോലെ, വിശുദ്ധരെ പോലെ, ഈ ആഗ്രഹം പ്രകടിപ്പിച്ച ശലോമിയുടെ മക്കൾ യാക്കോബിനെയും യോഹന്നാനെയും പോലെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിപ്പാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഷമ്മാശൻ ഇന്ന് ഈ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ശുശ്രൂഷ കണ്ട്
നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.